നമസ്കാരം. 2026 ഫെബ്രുവരി 17 ഒരു ചൊവ്വാഴ്ച. അന്ന് മാഘമാസത്തിലെ അമാവാസിയാണ്. അന്ന് തന്നെ ഒരു സൂര്യഗ്രഹണം കൂടി വരുന്നുണ്ട്. അപ്പോ അമാവാസി, ചൊവ്വാഴ്ച, സൂര്യഗ്രഹണം ഈ മൂന്നും ഒരുമിച്ച് വരുന്ന ഒരു ദിവസത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ചൊവ്വാഴ്ച വരുന്ന അമാവാസിയെ മംഗള അമാവാസി എന്നാണ് പറയുക. ചൊവ്വയുടെ ഒരു സ്വാധീനം കാരണം ഊർജം വളരെ കൂടുതലുള്ള ഒരു ദിവസമായിട്ടാണ് ഇതിനെ കാണുന്നത്. അതിനൊപ്പം ഗ്രഹണം കൂടി വരുമ്പോൾ ആ ദിവസത്തിനൊരു പ്രത്യേക ശക്തിയുണ്ടെന്നാണ്. ആ ശക്തിയെ നമുക്ക് അനുകൂലമാക്കാനും പ്രതികൂലമാകാതെ നോക്കാനും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമത്രേ. ഈ ദിവസം വീട്ടിലെ സ്ത്രീകൾ ഒരു പ്രത്യേക കറി അത് വെക്കുകയോ കഴിക്കുകയോ ചെയ്താൽ 7 തലമുറ നീണ്ടുനിൽക്കുന്ന ദാരിദ്ര്യത്തിന് കാരണമാകുമെന്നാണ് ഒരു മുന്നറിയിപ്പ്. അത് ഏത് കറിയാണെന്നും എന്തുകൊണ്ട് അങ്ങനൊരു വിശ്വാസം വന്നു എന്നുമൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം ഈ ദിവസത്തെ ഐശ്വര്യത്തിനായി മാറ്റാൻ എന്ത് ചെയ്യാമെന്ന് നോക്കിയാലോ. ഈ ദിവസത്തെ പ്രധാന ഊന്നൽ നെഗറ്റീവ് എനർജിയെ അകറ്റി പോസിറ്റീവ് എനർജിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിലാണ്. അതിന് പല വഴികളും പറയുന്നുണ്ട്. ഏറ്റവും ലളിതമായ ഒന്നാണ് വീടിന്റെ മുൻവാതിലിൽ മഞ്ഞളും കുങ്കുമവും പുരട്ടിയ ഒരു മത്തങ്ങ കെട്ടിത്തൂക്കുന്നത്. ദൃഷ്ടിദോഷം അകറ്റാനുള്ള ഒരു നാട്ടുവിശ്വാസമാണിത്. മത്തങ്ങയൊക്കെ ഇപ്പോ കടയിൽ പോയി വാങ്ങാൻ പറ്റിയില്ലെങ്കിലോ? മത്തങ്ങയുടെ അതേ ഫലം തരുന്ന ഒന്നായിട്ടാണ് കല്ലുപ്പിനെ കാണുന്നത്. ഒരു ചുവന്ന തുണിയിൽ ഒരു പിടി കല്ലുപ്പ് കിഴികെട്ടി പ്രധാന വാതിലിൽ തൂക്കിയാൽ മതി. അതുപോലെ ഈ ദിവസം ഉപ്പുവെണ്ണം കൊണ്ട് വീട് തുടയ്ക്കുന്നത് വീട്ടിലെ ദാരിദ്ര്യവും ദുരിതങ്ങളും തുടച്ചു നീക്കുന്നതിന് തുല്യമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. വീട് വൃത്തിയാക്കിയ ശേഷം ഒരു സാമ്പ്രാണി പുകയ്ക്കുന്നതും വളരെ നല്ലതാണ്. ഇനി വീടിനകത്തേക്ക് ഐശ്വര്യം വരാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതിനൊരു പ്രധാന നിർദ്ദേശമുണ്ട്. പ്രധാന വാതിലിന് മുകളിൽ അകത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്ന രീതിയിൽ മഞ്ഞളോ ചന്ദനമോ പാലിൽ ചാലിച്ച് ഒരു സ്വസ്തിക് ചിഹ്നം വരയ്ക്കാൻ പറയുന്നു. സ്വസ്തികം എന്നത് ഐശ്വര്യത്തിന്റെയും ഭാഗ്യത്തിന്റെയും പ്രതീകമാണല്ലോ. ഇത് വീട്ടിലേക്ക് ദേവതകളെ, പ്രത്യേകിച്ച് സമ്പത്തിന്റെ അധിപനായ കുബേരമെ ക്ഷണിക്കുമെന്നാണ് വിശ്വാസം. ഇതിലൂടെ ഒരു കുബേരയോഗം ഉണ്ടാകുമെന്നും കാണുന്നു. ഇനി വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് വരാം. ഈ ദിവസം പ്രത്യേക പ്രാർത്ഥനകളോ വഴിപാടുകളോ നിർദ്ദേശിക്കുന്നുണ്ടോ? ഇതൊരു മംഗള അമാവാസി ആയതുകൊണ്ട് ചൊവ്വയുടെ ദേവനായ ഹനുമാൻ സ്വാമിക്ക് പ്രാധാന്യമുണ്ട്. അടുത്തുള്ള ആഞ്ജനേയ ക്ഷേത്രത്തിൽ പോയി സിന്ദൂരപൂജ നടത്തുന്നത് കഷ്ടപ്പാടുകൾ കുറയ്ക്കുമത്രേ. ആരോഗ്യം മോശമായവർക്കോ? അവർക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നത് നല്ലതാണെന്നും പറയുന്നുണ്ട്. സൂര്യഗ്രഹണമുള്ളതുകൊണ്ട് സൂര്യനും പ്രാധാന്യമുണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായും. ഒരു ചെമ്പ് പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ ഒരു നുള്ള് കുങ്കുമം ചേർത്ത് ഓം സൂര്യായ നമ എന്ന് ജപിച്ച് സൂര്യന് അർഘ്യം നൽകുന്നത് ആരോഗ്യവും ഊർജവും വർദ്ധിപ്പിക്കും. പക്ഷേ ഈ ദിവസത്തെ ഏറ്റവും പുണ്യമായ കർമ്മമായി എടുത്തു പറയുന്നത് പിതൃക്കൾക്കുള്ള ബലിതർപ്പണമാണ്. എള്ളും വെള്ളവും ഉപയോഗിച്ച് പിതൃക്കൾക്ക് ശ്രാദ്ധമർപ്പിച്ചാൽ 1000 വർഷം ശ്രാദ്ധം ചെയ്ത ഫലം കിട്ടുമെന്ന് വിഷ്ണുപുരാണത്തെ ഉദ്ധരിച്ചു പറയുന്നുണ്ട്. അമാവാസി ദിനങ്ങൾ പൊതുവെ പിതൃക്കൾക്ക് പ്രാധാന്യമുള്ളതാണ്. മാഘമാസത്തിലെ അമാവാസിക്ക് ആ പ്രാധാന്യം കൂടും. ഈ ദിവസം പുണ്യനദിയിൽ കുളിക്കുന്നതിനെ മാഘസ്നാനം എന്നു പറയും. അത് ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങൾ കഴുകിക്കളയുമെന്നാണ് വിശ്വാസം. എല്ലാവർക്കും പുണ്യനദിയിൽ പോയി കുളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീട്ടിലിരുന്ന് കുളിക്കുന്നവർക്ക് എന്തു ചെയ്യാൻ പറ്റും? അതിനും വഴിയുണ്ട്. കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് കറുത്ത എള്ള്, അല്ലെങ്കിൽ ഒരു തുളസിയില, അതുമല്ലെങ്കിൽ ഏതാനും തുള്ളി പാൽ, ഇവയിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ഒരു ചെമ്പ് പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ നോക്കി ഗംഗാ ഗംഗാ ഗംഗ എന്ന് 3 തവണ ജപിക്കുകയോ ചെയ്ത ശേഷം ആ വെള്ളം തലയിലൊഴിച്ചാൽ ഗംഗാസ്നാനത്തിന്റെ ഫലം ലഭിക്കുമെന്നാണ്. വിശ്വാസത്തിന്റെ ശക്തിയാണിവിടെ പ്രധാനം. ദാനധർമ്മങ്ങൾക്കും ഈ ദിവസം പ്രാധാന്യമുണ്ടെന്ന് കണ്ടു. ശർക്കരയും എള്ളും ചേർത്ത പലഹാരങ്ങൾ ബ്രാഹ്മണന് ദാനം ചെയ്യുക, പുതപ്പ്, കുട, ചെരുപ്പ് ഇവയൊക്കെ ദാനം ചെയ്യുന്നത് ദാരിദ്ര്യം മാറ്റുമെന്നൊക്കെ. പശുവിനെ സകല ദേവതകളുടെയും ഇരിപ്പിടമായിട്ടാണ് കാണുന്നത്. ശരിയാണ്. അതുകൊണ്ട് കുതിർത്ത ചെറുപയറും ശർക്കരയും പശുവിന് നൽകുന്നത് 33 കോടി ദേവതകളെ പ്രീതിപ്പെടുത്തുന്നതിനു തുല്യമാണെന്നാണ് സങ്കല്പം. എന്നിട്ട് പശുവിനെ 7 തവണ വലം വെച്ച് വണങ്ങണം. അവിടെയൊരു രസകരമായ നിർദ്ദേശമുണ്ട്. പശുവിന്റെ തലയിലല്ല, പിൻഭാഗത്താണ് വണങ്ങേണ്ടതെന്ന് പ്രത്യേകം പറയുന്നു. അതെന്താ അങ്ങനെ? അതിനു പിന്നിലൊരു സങ്കല്പമുണ്ട്. പശുവിന്റെ പിൻഭാഗത്ത് സാക്ഷാൽ ലക്ഷ്മീദേവി വസിക്കുന്നു എന്നാണ് വിശ്വാസം. നമ്മൾ ഐശ്വര്യത്തിനായി ലക്ഷ്മീദേവിയെ നേരിട്ട് വണങ്ങുകയാണ് ചെയ്യുന്നത്. കാക്കയുടെ കാര്യത്തിലും സമാനമായൊരു സങ്കല്പമുണ്ട്. പിതൃക്കൾ വരുമെന്നുള്ളതാണോ? അതെ. അമാവാസി ദിനത്തിൽ പിതൃക്കൾ കാക്കയുടെ രൂപത്തിൽ നമ്മളെ കാണാൻ വരുമെന്നാണ് വിശ്വാസം.
അതുകൊണ്ട് അവയെ ഓടിക്കാതെ ഭക്ഷണം നൽകുന്നത് പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കാൻ കാരണമാകും. ഈ ദിവസം ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആ 7 തലമുറയുടെ ദാരിദ്ര്യം കൊണ്ടുവരുന്ന കറിയുടെ കാര്യം. ഉള്ളി, വെളുത്തുള്ളി, എല്ലാത്തരം മാംസാഹാരങ്ങളും, അതായത് ചിക്കൻ, മട്ടൺ, മീൻ, മുട്ട എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണം. ഇതൊക്കെ താമസിക് സ്വഭാവമുള്ള ഭക്ഷണങ്ങളായതുകൊണ്ട് അവ നമ്മുടെ ചിന്തകളെയും ഊർജത്തെയും നെഗറ്റീവായി സ്വാധീനിക്കുമെന്നാണ് വിശ്വാസം. അത് പൊതുവെ വ്രതദിവസങ്ങളിൽ കേൾക്കുന്നതാണ്. പക്ഷെ ഇവിടെ ചില പച്ചക്കറികൾക്കും വിലക്കുണ്ടല്ലോ. ചൊവ്വാഴ്ചയായതുകൊണ്ട് പരിപ്പ് കഴിക്കരുതെന്ന് പറയുന്നു. അതെന്താ? ജ്യോതിഷപ്രകാരം എന്താന്ന് വെച്ചാൽ, ചൊവ്വയെ കോപത്തിന്റെയും കലഹത്തിന്റെയും ഗ്രഹമായിട്ടാണ് കാണുന്നത്. അതിനെ കുജൻ എന്ന് പറയും. അപ്പോ ഈ പരിപ്പ് വർഗ്ഗങ്ങൾ കഴിക്കുന്നത് ചൊവ്വയുടെ ഈ നെഗറ്റീവ് സ്വാധീനം, അതായത് കുജഗ്രഹദോഷം വർദ്ധിപ്പിക്കുമെന്നാണ് ഇതിനു പിന്നിലെ വിശ്വാസം. അതുപോലെ ചുവന്ന നിറമുള്ള പച്ചക്കറികൾ, തക്കാളി, ബീട്രൂട്ട്, ക്യാരറ്റ് എന്നിവയും ഒഴിവാക്കാൻ പറയുന്നുണ്ട്. ചുവപ്പ് നിറം ചൊവ്വയുടെ നിറമാണ്. അത് ദേഷ്യം വർദ്ധിപ്പിക്കുമത്രേ. തക്കാളിയില്ലാതെ ഒരു കറി വെക്കുന്നത് മലയാളികൾക്ക് ഓർക്കാൻ പോലും പറ്റില്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും പറയുന്നുണ്ടല്ലോ. ചൊവ്വയുടെ അമിതമായ സ്വാധീനം അനാവശ്യമായ ധൃതിയും എടുത്തുചാട്ടവും ഉണ്ടാക്കുമെന്നും അത് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് വഴിവെക്കുമെന്നുമാണ് ജ്യോതിഷപരമായ വിശദീകരണം. ചീര, മധുരക്കിഴങ്ങ്, വെള്ളരി, കുമ്പളങ്ങ എന്നിവയും വിലക്കപ്പെട്ടവയുടെ കൂട്ടത്തിലുണ്ട്. ഒരു കാരണവശാലും വീട്ടിൽ കഴറ്റാനോ പാചകം ചെയ്യാനോ കഴിക്കാനോ പാടില്ലാത്ത 7 ജന്മത്തെ ദാരിദ്ര്യം കൊണ്ടുവരുമെന്ന് പറയുന്ന ആ വില്ലൻ പടവലങ്ങയാണ്. എന്തുകൊണ്ടാണ് പടവലങ്ങയ്ക്ക് ഇത്രയും വലിയൊരു ദോഷം കൽപ്പിച്ചിരിക്കുന്നത്? പടവലങ്ങയുടെ ആകൃതി ഒരു പാമ്പിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. ജ്യോതിഷത്തിൽ പാമ്പിനെ രാഹു-കേതുക്കളുമായി ബന്ധപ്പെടുത്താറുണ്ട്. രാഹു-കേതുക്കൾക്ക് ഗ്രഹണസമയത്ത് വലിയ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ ആ ഒരു പ്രതീകാത്മക ബന്ധം കൊണ്ടാകാം പടവലങ്ങയെ ഈ ദിവസം ഒഴിവാക്കാൻ പറയുന്നത്. ഭക്ഷണത്തിനു പുറമെ മറ്റു വിലക്കുകളുമുണ്ടല്ലോ. സൂര്യോദയത്തിനു ശേഷം എഴുന്നേൽക്കരുത്, ഉച്ചയ്ക്ക് ഉറങ്ങരുത്, പുതിയ ചൂല് വാങ്ങരുത്, നഖം വെട്ടരുത്, അങ്ങനെ ഒരുപാടുണ്ട്. അതെ, അമാവാസി ദിവസം പ്രപഞ്ചത്തിലെ നെഗറ്റീവ് ഊർജം കൂടുതലായിരിക്കുമെന്നും അതുകൊണ്ട് നമ്മുടെ ശരീരവും മനസ്സും ശാന്തമായിരിക്കണമെന്നുമാണ് ഇതിനെല്ലാം പൊതുവായി പറയുന്ന കാരണം. ഉറക്കം, നഖം വെട്ടൽ പോലുള്ള കാര്യങ്ങൾ ശരീരത്തിന്റെ ഊർജ്ജനിലയെ ബാധിക്കുമത്രേ. വിവാഹം പോലുള്ള കാര്യങ്ങളും പാടില്ല അല്ലേ? അതെ, വിവാഹം, ഗൃഹപ്രവേശം പോലുള്ള മംഗളകർമ്മങ്ങൾ ഒഴിവാക്കുന്നതും അതുകൊണ്ടാണ്. അപ്പോ ഒരുപാട് ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യരുതാത്ത കാര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോ അറിയാതെയോ അല്ലാതെയോ എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിച്ചാൽ, അല്ലെങ്കിൽ വീട്ടിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ മാറാൻ എന്തെങ്കിലും ശക്തമായ പരിഹാരം പറയുന്നുണ്ട്. നാരങ്ങ ഉപയോഗിച്ചുള്ള അതിശക്തമായ ഒരു പരിഹാരത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. വീട്ടിലെ ദൃഷ്ടിദോഷം, നെഗറ്റീവ് എനർജി, സാമ്പത്തിക തടസ്സങ്ങൾ എന്നിവയൊക്കെ മാറ്റാൻ ഇത് സഹായിക്കുമെന്നാണ് വിശ്വാസം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? അതിനൊരു പ്രത്യേക രീതിയുണ്ട്. ഒരു ചുവന്ന തുണിയിൽ കേടൊന്നുമില്ലാത്ത നല്ല മഞ്ഞ നിറത്തിലുള്ള ഒരു നാരങ്ങ വയ്ക്കുക. അതിനോടൊപ്പം ഒരു പിടി കല്ലുപ്പ്, കൃത്യം 11 കുരുമുളക്, 1 സ്പൂൺ കടുക്, 1 നുള്ളു മഞ്ഞൾ, 1 നുള്ളു കുങ്കുമം എന്നിവ ചേർക്കണം. ഈ വസ്തുക്കൾക്കെല്ലാം നെഗറ്റീവ് എനർജിയെ ആഗിരണം ചെയ്യാനും ശുദ്ധീകരിക്കാനും കഴിവുണ്ടെന്നാണ് വിശ്വാസം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു കിഴിയായി കെട്ടണം അല്ലേ? അതെ, ഒരു കിഴിയായി കെട്ടി അത് ഇടത് കൈയിൽ പിടിക്കണം. എന്നിട്ട് വീടിന്റെ എല്ലാ മുറികളിലൂടെയും നടക്കണം. ഓരോ മുക്കിലും മൂലയിലുമുള്ള ദുശക്തികളെ ഈ കിഴി വലിച്ചെടുക്കും എന്ന സങ്കല്പത്തിലാണിത്. അതിനുശേഷം ഈ കിഴി ആരും കാണാത്ത ഒരിടത്ത് വീട്ടിലെ ഒരു മൂലയിലായി 48 മണിക്കൂർ, അതായത് 2 ദിവസം വയ്ക്കണം. 2 ദിവസം കഴിഞ്ഞ് ആ കിഴിയെടുത്ത് ആളൊഴിഞ്ഞ ഒരു ജംഗ്ഷനിൽ ഉപേക്ഷിക്കണം. എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ വീട്ടിലേക്ക് മടങ്ങണം. വീട്ടിൽ കയറുന്നതിന് മുമ്പ് കയ്യും കാലും കഴുകണം. വീട്ടിലെ എല്ലാ ദോഷങ്ങളും ആ കിഴിയോടൊപ്പം നമ്മൾ ഉപേക്ഷിച്ചു എന്നാണിതിനർത്ഥം. ഈ പരിഹാരം 60 മിനിറ്റിനുള്ളിൽ ഫലം തരുമെന്നും പറയുന്നുണ്ടല്ലോ. 60 മിനിറ്റ് എന്നത് 1 മണിക്കൂറിനെ, അതായത് ഒരു ഉടനടി മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലെ അന്തരീക്ഷത്തിൽ ഒരു പോസിറ്റീവ് മാറ്റം അനുഭവപ്പെട്ടു തുടങ്ങും എന്നാണ് ആ വിശ്വാസം നമ്മളോട് പറയുന്നത്. ഇനി ഈ ദിവസത്തെ അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യത്തിലേക്ക് വരാം. സൂര്യഗ്രഹണം. നിങ്ങൾ നേരത്തെ പറഞ്ഞു ഈ ഗ്രഹണം ഇന്ത്യയിൽ കാണാൻ കഴിയില്ലെന്ന്. അപ്പോ പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ? സാധാരണഗതിയിലില്ല. ഗ്രഹണം കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ മാത്രം ബാധകമാകുന്ന സൂതകം പോലുള്ള ആചാരങ്ങളൊന്നും നമുക്കില്ല. അപ്പോ ക്ഷേത്രങ്ങൾ അടയ്ക്കില്ല? ക്ഷേത്രങ്ങൾ അടച്ചിടില്ല. പ്രത്യേക കുളിയോ ഭക്ഷണ നിയന്ത്രണമോ ആവശ്യമില്ല.
സാധാരണ ഒരു ദിവസം പോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഗ്രഹണം എവിടെ സംഭവിച്ചാലും അതിൽ നിന്നുള്ള പ്രപഞ്ചകിരണങ്ങൾ, അതായത് കോസ്മിക് റേസ്, ലോകം മുഴുവൻ വ്യാപിക്കും. അതുകൊണ്ട് ഗർഭിണികൾ അതീവ ശ്രദ്ധ പുലർത്തണം. ഗ്രഹണ സമയത്ത്, അതായത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:26 മുതൽ വൈകിട്ട് 7:57 വരെ ഗർഭിണികൾ ഒരു കാരണവശാലും വീടിന് പുറത്തിറങ്ങരുത്. സൂര്യരശ്മികൾ നേരിട്ട് ശരീരത്തിൽ പതിക്കരുത്. അതുപോലെ കത്തി, കത്രിക പോലുള്ള മൂർച്ചയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക, തയ്യൽ പോലുള്ള ജോലികൾ ചെയ്യുക എന്നിവയെല്ലാം ഒഴിവാക്കണം. ഇതൊക്കെ ഗർഭസ്ഥ ശിശുവിനെ ദോഷകരമായി ബാധിച്ചേക്കാം എന്ന വിശ്വാസമാണ് ഇതിന് പിന്നിൽ. വളരെ ലളിതവും ശക്തവുമായൊരു പ്രതിവിധി. വീടിന്റെ പ്രധാന വാതിലിൽ അരയാലിന്റെയും വേപ്പിലയുടെയും ഇലകൾ ചേർത്ത് ഒരു തോരണം കെട്ടുക. പുരാണങ്ങളനുസരിച്ച് അരയാൽ മഹാവിഷ്ണുവിന്റെയും വേപ്പ് ലക്ഷ്മീദേവിയുടെയും പ്രതീകമാണ്. ഈ തോരണം വീടിനൊരു സംരക്ഷണ കവചം പോലെ പ്രവർത്തിച്ച് ഗ്രഹണത്തിന്റെ ദോഷകരമായ കിരണങ്ങളെ തടയുമെന്നാണ് വിശ്വാസം. ഇത് ഗർഭിണികളെയും ഗർഭസ്ഥ ശിശുവിനെയും സംരക്ഷിക്കാൻ സഹായിക്കുമത്രേ.